ഒരു കോളേജിൽ നടന്നിട്ടുള്ള പേരാമ്പ്രയിലെ ഒരു കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന നിലയിൽ പേരാമ്പ്രയിൽ തുടങ്ങി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മുതൽ ഇങ്ങ് താഴേക്ക് തിരുവനന്തപുരം വരെ എടുത്താൽ ഇന്നലെ അർദ്ധരാത്രി വരെയും ഇന്ന് പകലും വലിയ സംഘർഷമാണ് ഉണ്ടായത്. കോഴിക്കോട് പേരാമ്പ്രയിലും നടക്കാവിലുമൊക്കെ കമ്മീഷൻ ഓഫീസിലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ ഇരമ്പിയാണ് ആളുകൾ കയറുന്നത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്, വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കോളേജിൽ 10-30 വർഷമായി നിലനിൽക്കുന്ന ഒരു മുന്നണി തോക്കുന്നു. പ്രധാന സീറ്റുകളിലെല്ലാം പ്രതിപക്ഷ മുന്നണി ജയിക്കുന്നു. UDSF എന്ന് പറയുന്ന യുണൈറ്റഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, അതായത് MSFും KHും അടങ്ങുന്ന സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ തോൽപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഐക്യ മുന്നണി പേരാമ്പ്ര കോളേജിൽ ജയിക്കുന്നു. ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിൽ UDSF ജയിക്കുന്നു. അതിനെ തുടർന്ന് വലിയ സംഘർഷമാണ് ഉണ്ടായത്. ആ സംഘർഷം തെരുവിലേക്ക് പോകുന്നു. കുട്ടികളുടെ സംഘർഷം മുതിർന്നവർ ഏറ്റെടുക്കുന്നു. CPM ഒരു വശത്ത്, കോൺഗ്രസ് മറ്റൊരു വശത്ത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, CPM ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര അക്രമരാഷ്ട്രം നടത്തിയാലും ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ തോതിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചുരുങ്ങി കേരളത്തിലെ ഒരു കുഞ്ഞു പാർട്ടിയായി മാറിയതിൻ്റെ പ്രധാന കാരണം അക്രമം കൂടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരെടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ KHU അല്ലാതെ ഒരു സംവിധാനവും കോളേജിൽ അനുവദിച്ചിരുന്നില്ല. അവിടെ തല്ലിയും അടിച്ചും കൊടുത്തുമൊക്കെ തന്നെയാണ് SFI വളർന്നു വന്നപ്പോഴാകട്ടെ SFI ഉള്ള ക്യാമ്പസിൽ SFI, ABVP ഉള്ള ക്യാമ്പസിൽ ABVP, KHU ഉള്ള ക്യാമ്പസിൽ KHU, MSF ഉള്ള ക്യാമ്പസിൽ MSF, മറ്റൊരാളെയും ഒരു ഈച്ച പോലും അനങ്ങാൻ സമ്മതിക്കാതെ ഒരുതരം സ്വജനപക്ഷപാതത്തിൽ ഏകാധിപത്യ പ്രവണതയിൽ ക്യാമ്പസുകൾ കൊണ്ടുപോകുമ്പോൾ അവരെ ജയിക്കൂ, വേറെ ആരും ജയിക്കാൻ സാധ്യതയില്ല. ഇനി വേറെ ആരെങ്കിലും ജയിച്ചാൽ സംഘർഷമുണ്ടാക്കും. വീട്ടിൽ പോയി സംഘർഷമുണ്ടാക്കും, കുടുംബത്തിൽ പോയി സംഘർഷമുണ്ടാക്കും, വഴിയിൽ വെച്ച് സംഘർഷമുണ്ടാക്കാൻ നമ്മൾ തിരുവനന്തപുരം ഗവൺമെൻറ് ലാ കോളേജിലൊക്കെ കണ്ടതാണ്. SFIക്ക് തോൽവി ഉണ്ടായപ്പോൾ എത്ര മാരകമായിട്ടാണ് എതിരാളികളെ തല്ലിയത്. എന്തിനാണ് ഇങ്ങനെ ജനാധിപത്യത്തിൽ ഡിസൻറ്റ് നോട്ട് പറയുന്നവരെ, ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നവരെ, മത്സരിക്കുന്നവരെ തല്ലുന്നത് എന്തിനാണെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ രസകരവും വളരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രതിഷേധാർഹമായ കാര്യങ്ങളാണ് നടക്കുന്നത് ക്യാമ്പസുകളിൽ. ഏത് ക്യാമ്പസ് എടുത്താലും ആ ക്യാമ്പസിൽ അപ്പർ ഹാൻഡുള്ള യൂണിയൻ ഏതാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകം ഏതാണോ, വിദ്യാർത്ഥി യൂണിയൻ ഏതാണോ, അതിനനുസരിച്ച് ബാക്കി ആരെയും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത, ആരുടെ ജനാധിപത്യ ബോധത്തെയും പുറത്തെടുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഗൂണ്ടായുസം നടക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യത്തിൻ്റെ ഉച്ഛ്വാസവായു എന്ന് പറയുന്നത് ഗൂണ്ടായുസവും തോന്നിയവാസവും തമ്മിൽ തല്ലും, പരസ്പരം കൊലവിളിയും കൊലപാതകവുമല്ല എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് പേരാമ്പ്ര കോളേജിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ബാക്കി പത്രമായി തെരുവിൽ കിടന്നടിക്കുന്നതിൻ്റെ കാഴ്ച വളരെ പരമദരിദ്രമാണ്, പരമമായ ഒരു ഗതികേടാണ്. ഇതിൽ നിന്ന് പിന്തിരിയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുക്കണം. ഒരു കാരണവശാലും കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയം പുറത്തേക്ക് വരരുത്. അങ്ങനെ പുറത്ത് വന്നാൽ തന്നെ അത് സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ എല്ലാ പാർട്ടിക്കാരും ജാഗ്രത പാലിക്കണം.